എല്ലാവർക്കും നമസ്തേ. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ രണ്ട് വ്യത്യസ്ത കോടതികൾ രണ്ട് വ്യത്യസ്ത കൊലപാതകങ്ങളിൽ രണ്ട് വ്യത്യസ്ത വിധികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഒന്ന്, നമ്മുടെ കേരള സംസ്ഥാനത്ത് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒരു കൊലപാതകിക്ക് വിധിച്ചത് വധശിക്ഷയാണ്. ആ കേസിൻ്റെ ആധാരം, ഈ ശിക്ഷാവിധിക്ക് ആധാരം, ഒരു യുവതി തൻ്റെ കാമുകനെ ഒഴിവാക്കുന്നതിനായിട്ട് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് ആ ചെറുപ്പക്കാരനെ കൊല ചെയ്തു എന്നതാണ് ഒരു കേസ്. ആ കേസിൽ ആ യുവതിക്ക് ഈ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത് വധശിക്ഷ. ഇതേ ദിവസം തന്നെ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജിലെ PG മെഡിക്കൽ വിദ്യാർത്ഥിനിയെ അതിനീചമായി ബലാത്സംഗം ചെയ്തു കൊന്ന കുറ്റവാളിക്ക് അവിടുത്തെ സിയാൽഡ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത് മരണം വരെ ജയിൽവാസം. അത് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ കുറ്റകൃത്യം എന്ന് പറയുന്ന അതിഭീകരം, അതിനീചം, അതിനിന്ദ്യമായിട്ടുള്ള ഒരു കൊലപാതകമാണ് കൽക്കത്തയിൽ നടന്നത്. അതായത് ഈ സഞ്ജയ് റായ് എന്ന കുറ്റവാളി ആ മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരനാണ്. സുരക്ഷാ ജീവനക്കാരൻ്റെ ചുമതല എന്താണ്? ആ ആശുപത്രിയിലെ ജീവനക്കാർക്കും ആ ആശുപത്രിയിൽ വരുന്നവർക്കും അവരുടെ ജീവന് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് അയാളുടെ ചുമതല. അയാളെ വിശ്വസിച്ചാണ് അവിടുത്തെ ജീവനക്കാരും അവിടെ വരുന്നവരും തങ്ങൾ സുരക്ഷിതരാണ് എന്ന ചിന്തയിൽ അവിടേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ജീവന് സുരക്ഷ ഒരുക്കേണ്ട ഒരു വ്യക്തിയാണ് അവിടെ അതിനിന്ദ്യമായും അതിപൈശാചികമായും അവിടുത്തെ ഒരു ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നത്. ആ കൊലയാളിക്ക് ലഭിച്ചതാകട്ടെ ജീവിതാവസാനം വരെ ജയിൽവാസം. അപ്പം ഇത് രണ്ടും ഈ നെയ്യാറ്റിൻകരയിൽ വിധിച്ചത് കൊലക്കയറാണെങ്കിൽ ഇവിടെ വിധിച്ചത് ജീവിതാവസാനം വരെ ജയിൽവാസം. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണ് ഈ രണ്ട് കേസുകളിലും വിധി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അതിനിന്ദ്യവും അപൂർവങ്ങളിൽ അപൂർവവുമായ കൊൽക്കത്തയിൽ നടന്ന കൊലപാതകത്തിൽ മരണം വരെ ജയിൽവാസം ശിക്ഷിച്ചപ്പോൾ ഇവിടെ നടന്നത് കൊലപാതകത്തിന് തൂക്കുകയറി വിധിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ ഉള്ളിൽ തോന്നുന്ന ചിന്ത എന്തായിരിക്കാം? എന്നെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത, നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏതൊരു കുറ്റവാളിക്കും രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറ്റവാളിക്ക് ആ കുറ്റവാളിയുടെ ചെയ്ത കുറ്റകൃത്യത്തിന് അതിൽ ഉപരിയായിട്ടുള്ള ശിക്ഷ കൊടുക്കാനും നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പഴുതുകൾ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഒരു സാധാരണക്കാരൻ്റെ ചിന്ത പോകുന്നത്. കാരണം അതിനിന്ദ്യവും പൈശാചികവും ക്രൂരവുമായ ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് അവിടെ കുറ്റവാളിക്ക് ലഭിച്ചത് ജയിൽവാസം, തൂക്കുകയർ ലഭിച്ചില്ല. ഇവിടെ ലഭിച്ചതാകട്ടെ ഒരു കൊലപാതകം, വിഷം കൊടുത്ത് കൊന്ന ആ കുറ്റവാളിക്ക് ലഭിച്ച തൂക്കുകയർ. അപ്പോൾ എന്താണ് ഈ നമ്മുടെ ഈ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രണ്ട് വിധികൾ വരാൻ കാരണം? അതേക്കുറിച്ചാണ് നമ്മൾ സാധാരണക്കാരന് സംശയം തോന്നുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിധികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ വിചാരിക്കും നമ്മുടെ നിയമം അത്ര പഴുതുകളടച്ചുള്ള നിയമങ്ങളല്ല,
അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ നിരപരാധികളെയും ശിക്ഷിക്കാം എന്നുള്ള പഴുതുകളുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് സ്വാഭാവികം. ഈ രണ്ട് കേസുകളിലും ഈ രണ്ട് കുറ്റവാളികളും നിരപരാധികളല്ല ആണെന്നല്ല പറയുന്നത്, നിരപരാധികളല്ല, രണ്ടു പേരും കൊലപാതകം ചെയ്തവർ തന്നെയാണ്. രണ്ട് കേസുകൾ കൊലപാതകം ചെയ്തവരാണ്. പക്ഷേ അതീവ നീചവും നിന്ദ്യവുമായിട്ടുള്ള കേസിന് നൽകിയിരിക്കുന്ന, ആ കുറ്റകൃത്യത്തിന് നൽകിയിരിക്കുന്ന ശിക്ഷ ജീവിതാവസാനം വരെ തൂക്കുകയറും, ജീവിതാവസാനം വരെ ജയിൽവാസവും, അത്രമാത്രം പൈശാചികമല്ലാത്ത ഒരു കൊലപാതകത്തിന് ലഭിച്ചിരിക്കുന്നത് തൂക്കുകയറും. ഇങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ ഒരേ നിയമത്തിന് കീഴിൽ ഇങ്ങനെ രണ്ട് വിധിന്യായങ്ങൾ വരാൻ എന്താണ് കാരണം? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏകീകൃതമായിട്ടുള്ള ശിക്ഷ വരാനുള്ള നടപടികളാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഒരേ തരത്തിലുള്ള കുറ്റകൃത്യമാണെങ്കിൽ ഒരേ രീതിയിലുള്ള ശിക്ഷയായിരിക്കണം. കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ശിക്ഷയിലും വ്യത്യാസം ഉണ്ടാകണം. ഈ നെയ്യാറ്റിൻകര കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആ കൊലയാളി പറഞ്ഞത്, എനിക്ക് പ്രായം കുറവാണ്, എനിക്ക് തെറ്റ് തിരുത്തി ജീവിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോടതി അതിനെ അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രണ്ടും കൊലപാതകങ്ങളിൽ രണ്ട് രീതിയിലുള്ള ശിക്ഷാവിധി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് സാധാരണക്കാരൻ്റെ സംശയം തീർക്കുന്നതിനായിട്ട് നീതിന്യായ വ്യവസ്ഥിതി തന്നെയാണ് മുൻകൈയെടുത്ത് സാധാരണ ജനത്തിൻ്റെ തെറ്റ് തിരുത്തി തരേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.